പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സപ്ലൈകോയിൽ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചു. 13 സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കും. മന്ത്രിസഭ അംഗീകാരം നൽകി. ഇനി പരമാവധി 35% വരെ മാത്രമേ സബ്സിഡി ലഭിക്കൂ. 7.5 വർഷത്തിന് ശേഷമാണ് സപ്ലൈകോയിൽ വില വർധന നടപ്പിൽ വരുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ എന്താണ്? ഷഫീദ്, 2016 മെയ് മുതൽ 13 അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ ഒരേ വിലയാണ്. ഈ പിണറായി സർക്കാർ പ്രധാന നേട്ടമായി എണ്ണിയിരുന്ന അവശ്യ സാധന സബ്സിഡിയിൽ കാലോചിതമായ മാറ്റമില്ലാതെ പറ്റില്ലെന്നായിരുന്നു സപ്ലൈകോയുടെ നിലപാട്. ഇതടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഒന്നുകിൽ നഷ്ടം നികത്താൻ പണം, അല്ലെങ്കിൽ വില കൂട്ടാൻ അനുമതി എന്ന കടുംപിടുത്തത്തിൽ വില കൂട്ടാൻ ഇടതുമുന്നണി നേരത്തെ തീരുമാനം അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചത്. മാത്രമല്ല, ഈ കടം കയറി കുടിശ്ശിക പെരുകി കരാറുകാർ പിന്മാറിയതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സപ്ലൈകോ ബജറ്റിൽ കാര്യമായി പ്രതീക്ഷിച്ചെങ്കിലും കാര്യമായ പരിഗണന ബജറ്റിലും ഉണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് CPI മന്ത്രി, പ്രത്യേകിച്ച് ഭക്ഷ്യമന്ത്രിയായ GR അടക്കം സപ്ലൈകോയിലെ വിലവർദ്ധനമടക്കമുള്ള കാര്യങ്ങൾ ഒരു അന്തിമ തീരുമാനം എടുക്കണം എന്നുള്ള കടുംപിടുത്തത്തിലേക്ക് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം സപ്ലൈകോയിലെ 13 സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. 7.5 വർഷത്തിന് ശേഷമാണ് വില വർദ്ധിക്കുന്നുള്ള പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഭക്ഷ്യവകുപ്പ് നിരന്തരമായി അഭ്യർത്ഥിച്ചിരുന്നു ഇക്കാര്യത്തിലെ വില വർധനവ്. ഇനി സബ്സിഡി പരമാവധി 35% വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നേരത്തെ 55%-ഓളം കിട്ടിയ സബ്സിഡിയിൽ മാറ്റം വരുത്തി. ചെറുപയർ, കടല, ഉഴുന്ന്, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, വെളിച്ചെണ്ണ, പച്ചരി തുടങ്ങിയ സാധനങ്ങൾക്കാണ്. അങ്ങനെ 13ഓളം സാധനങ്ങൾക്കായിരിക്കും വില വർദ്ധിക്കുക. നിയമസഭയിലടക്കം ബജറ്റ് ചർച്ചയിൽ സപ്ലൈകോയെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPI-എംഎൽഎമാരുടെ അടക്കം കുറ്റപ്പെടുത്തലുണ്ടായി. ഇതടക്കമുള്ള പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തരമായി സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെയാണ് മന്ത്രിസഭാ യോഗം ഇപ്പോൾ അതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ സപ്ലൈകോയെ ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഭക്ഷ്യവകുപ്പിനെ സംബന്ധിച്ചിട്ടുണ്ട്. റിജിത്ത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹിയിലേക്ക് കർഷകരോഷം. ഡൽഹി ചലോ മാർച്ചിൽ നിന്ന് പിന്മാറാതെ കർഷക സംഘടനകൾ. ശംഭു അതിർത്തിയിൽ ഇന്നും കർഷകരും പോലീസും ഏറ്റുമുട്ടി. കണ്ണീർവാതകം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ തുരത്താൻ പോലീസ് നടത്തിയ നീക്കം വിജയിച്ചില്ല. സമരത്തിന് നേതൃത്വം നൽകിയ സംയുക്ത കിസാൻ മോർച്ച നേതാവ് അക്ഷയ് നിർവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് മറ്റന്നാൾ രാജ്യവ്യാപകമായി പ്രതിഷേധ സംഗമങ്ങൾ നടത്തും. പോലീസിന്റെ നിയന്ത്രണവും കണ്ണീർവാതകവും വകവയ്ക്കാതെ ഡൽഹി ചലോ മാർച്ചുമായി മുന്നോട്ടു പോകുകയാണ് കർഷകർ. ട്രാക്ടറുകളുമായി കൂടുതൽ കർഷകർ അതിർത്തിയിലെത്തി. ശംഭു അതിർത്തിയിൽ നിന്ന് യാത്ര ആരംഭിച്ചതിനു പിന്നാലെ കർഷകർക്ക് നേരെ പോലീസ് ഇന്നും കണ്ണീർവാതകം പ്രയോഗിച്ചു. കാലാവധി കഴിഞ്ഞ കണ്ണീർവാതക ഷെല്ലുകൾ കൊണ്ട് പുലർച്ചെയും ഇന്നലെ അർദ്ധരാത്രിയും പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചെന്ന് കർഷകർ ആരോപിച്ചു. സമരത്തിന് നേതൃത്വം നൽകിയ സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗം നേതാവ് അക്ഷയ് നർവാളിനെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു. കർഷകർക്കെതിരായ നടപടികൾ തുടരുമ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ ആവർത്തിച്ചു. ഡ്രോൺ വഴിയുള്ള ടിയർ ഗ്യാസ് ആക്രമണത്തെ കർഷകർ പട്ടം പറത്തിയാണ് നേരിടുന്നത്. ഡ്രോണുകൾ പട്ടത്തിൽ കുരുക്കി തകർക്കുകയാണ് ലക്ഷ്യം. സിംഗു അതിർത്തിയിൽ ടിയർ ഗ്യാസ് പ്രയോഗത്തിന് തടസ്സം സൃഷ്ടിച്ച മാർഗരേഖ ബോർഡ് പോലീസ് നീക്കി. ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം നീട്ടി. കർഷകർക്ക് പിന്തുണയറിയിച്ച് കോൺഗ്രസ് മറ്റന്നാൾ PCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തും. കർഷകർക്ക് പിന്തുണയുമായി BSPയും രംഗത്തെത്തി. കർഷകർക്ക് കൂടുതൽ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഡൽഹി അതിർത്തികളിൽ പോലീസ് കനത്ത ജാഗ്രതയിലാണ്. അസാധാരണ നിയന്ത്രണത്തോടൊപ്പം ഇടറോഡുകൾ വെട്ടിമുറിച്ചുമാണ് സമരത്തെ ഡൽഹി പോലീസ് നേരിടുന്നത്. സിംഗു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖിനയെ പിടികൂടാനുള്ള ദൗത്യം 4ാം ദിവസവും അവസാനിപ്പിച്ചു. ബാവലി മേഖലയിലെ ഉൾക്കാട്ടിൽ തുടരുകയാണ് ആന. ഒരു മോഴ ബേലൂർ മഖിനയ്ക്കൊപ്പം കൂടിയതോടെ ദൗത്യം കൂടുതൽ ദുഷ്കരമാവുകയാണ്. ദൗത്യസംഘത്തിന് നേരെ അക്രമാസക്തരായി 2 ആനകളും പാഞ്ഞെടുത്തതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അതേസമയം വന്യമൃഗശല്യത്തിനെതിരെ കുറുക്കൻമൂലയിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇന്നലെ മുതൽ ബേലൂർ മഖിനയ്ക്കൊപ്പമുണ്ട് മോഴയാന. ഇന്നും ഓരം പറ്റി നടപ്പാണ്. ബാവലി വനമേഖലയിൽ നിന്നാണ് ഇന്നത്തെ ആദ്യ റേഡിയോ കോളർ സന്ദേശം. പുലർച്ചെ 5:30-യോടെ ദൗത്യം തുടങ്ങി. ആൾപ്പൊക്കത്തിലുള്ള മുൾക്കാടുകൾ താണ്ടിയുള്ള RRT വെറ്ററിനറി സംഘങ്ങളുടെ മയക്കുവെടി ദൗത്യം ഇന്നും പക്ഷേ ഫലം കണ്ടില്ല. പലതവണ ആനയെ മുന്നിൽ കിട്ടി. പൊന്തക്കാട് തിരിച്ചടിയായി. ഒപ്പം മോഴയും.
ദൗത്യസംഘത്തിന് നേരെ മോഴ പാഞ്ഞെടുത്തു. പടക്കം പൊട്ടിച്ച് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം രണ്ടാനകളും അക്രമാസക്തരായി ഓടിയെത്തി. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പടമലയിൽ നാട്ടുകാർ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി നടത്തിയ പ്രകടനത്തിനൊടുവിൽ കുറുക്കൻമൂല കവലയിൽ വനം വകുപ്പിനോടുള്ള പ്രതിഷേധ സൂചകമായി വാഴ നട്ടു. 24 വയനാട്. കണ്ണൂർ കൊട്ടിയൂരിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തത് അണുബാധ മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസകോശത്തിലും വൃക്കയിലും അണുബാധ ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. കമ്പിവേലിയിൽ കുടുങ്ങിയപ്പോൾ കടുവ അവശനായെന്നും മയക്കുവെടി വെച്ചതോടെ ആരോഗ്യനില വഷളായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട്. സംസ്ഥാനത്ത് മലയോര മേഖലകളിൽ ഭീതി വിതച്ച് വന്യമൃഗങ്ങൾ. വയനാട് പടമലയിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന ജീവിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലക്കാട് ധോണിയിലും കഞ്ചിക്കോടും അട്ടപ്പാടിയിലും കാട്ടാന ഇറങ്ങി. വയനാട് പടമലയിൽ ബേലൂർ മക്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിനടുത്താണ് അജ്ഞാത ജീവിയെ കണ്ടത്. റോഡിന് കുറുകെ ജീവി പായുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രദേശവാസി ബഹളം വെച്ച ആളുകളെ അറിയിച്ചപ്പോഴേക്കും അജ്ഞാത ജീവി അപ്രത്യക്ഷമായി. ഞാൻ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചു. ചേട്ടാ ആന വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആനയെന്ന് ആദ്യം ഞാൻ വിചാരിച്ചത്. ഓടി വരുമല്ല, എൻ്റെ പുറകെ എത്തി മേലെ കയറാൻ നോക്കുമ്പോൾ ഒരു തിണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാത്ത കാരണം പെട്ടെന്ന് ഞാൻ സൈഡിലോട്ട് മാറി വാടെ എന്നെ തൊട്ട് പോയ പോലെ അങ്ങ് പോയി കടന്നുപോയി. ഞാൻ നേരെ നിന്നെങ്കിൽ എന്നെ പിടിച്ചേനെ. ജനവാസ മേഖലയിലെത്തിയത് കടുവയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരാഴ്ചക്കിടെ വയനാട്ടിലെ തൃശ്ശിലേരി ഭാഗത്തും പിലാക്കാവ് മണിയൻകുന്ന് ഭാഗങ്ങളിലും കടുവയിറങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. പുൽപ്പള്ളിയിലിറങ്ങിയ കടുവയെ പിടികൂടാൻ നടപടിയില്ലെന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. കോഴിക്കോട് വിലങ്ങാട് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഏറെ നേരം പ്രദേശത്ത് ഭീതി പടർത്തിയ ശേഷമാണ് ആനക്കൂട്ടം കാട് കയറിയത്. പാലക്കാട് ധോണിയിലും കഞ്ചിക്കോടും അട്ടപ്പാടിയിലും കാട്ടാന ഇറങ്ങി. ധോണിയിൽ സ്കൂളിനടുത്തെത്തിയ കൊമ്പൻ വാഴകൃഷി നശിപ്പിച്ചു. മലപ്പുറം നിലമ്പൂരിൽ കാട്ടുപന്നികൾ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്ന ആൾക്കും പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ നിയമ ഭേദഗതി വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നതുൾപ്പെടെ 3 പ്രധാന ആവശ്യങ്ങളാണ് പ്രമേയത്തിൽ ഉള്ളത്. വന്യജീവികൾ പെറ്റുപെരുകി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന അതിഗുരുതര സാഹചര്യം സംസ്ഥാനത്തുണ്ടെന്ന് പ്രമേയത്തിൽ പറയുന്നു. കേന്ദ്ര സർക്കാർ ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ അനുമതി നിഷേധിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനൊപ്പം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നിവർക്കും ഉണ്ടാകണം. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. പ്രസ്തുത കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്ത് വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനും കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62-ാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും ഈ സഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രമേയത്തിൽ പ്രതിപക്ഷം ഭേദഗതി നിർദ്ദേശിച്ചു. വന്യജീവി ആക്രമണങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക ഉയർത്തണമെന്ന് ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കും പരിക്കേൽക്കുന്നവർക്കും കാർഷിക വിളകൾ ഉൾപ്പെടെയുള്ള സ്വത്തിന് നാശനഷ്ടം സംഭവിക്കുന്നവർക്കുമുള്ള നഷ്ടപരിഹാരം ഉയർത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. മനുഷ്യനാശമാണെങ്കിൽ അത് 50 ലക്ഷമെങ്കിലും ആക്കാനുള്ള നടപടികളും സർ. നഷ്ടപരിഹാര തുക ഉയർത്തുന്നത് സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയാൽ ശരിയാവില്ലെന്നും വനമന്ത്രിയുടെ മറുപടി. നഷ്ടപരിഹാര തുക എത്രയാകണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ള പ്രമേയം വാചകങ്ങൾ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയത്തിൽ കൂട്ടിച്ചേർക്കണമെന്ന് പറയുമ്പോൾ അതൊരു കോൺട്രഡിക്ടറി ആകുമെന്ന് അറിയാത്തവരല്ല നമ്മളാരും. പക്ഷേ അതിന് പറയുന്നതിൻ്റെ അകത്തൊരു ലക്ഷ്യമുണ്ട്. പിന്നാലെ പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. 24 തിരുവനന്തപുരം. 3-ാം സീറ്റിൽ ഉറച്ച് മുസ്ലിം ലീഗ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 3ാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ UDF-ൽ സീറ്റ് വിഭജനം പ്രതിസന്ധിയിൽ. അനുനയത്തിന് വഴങ്ങേണ്ടതില്ല എന്നാണ് ഇന്ന് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിലെ തീരുമാനം. പ്രതിസന്ധികൾക്കിടെ ഇന്ന് ചേരാനിരുന്ന UDF ഏകോപന സമിതി യോഗം മാറ്റിവെച്ചു. UDF ഏകോപന സമിതി യോഗം ചേരുന്നതിന് മുന്നോടിയായാണ് മുസ്ലിം ലീഗ് നേതൃയോഗം ചേർന്നത്. എന്തു വന്നാലും 3ാം സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് നേതൃയോഗത്തിലെ തീരുമാനം. വയനാട് സീറ്റിനായി സമ്മർദ്ദം ചെലുത്തും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയാൽ കണ്ണൂരോ വടകരയോ നൽകണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലവേദന. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കൂടി ലക്ഷ്യമിട്ടാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. മത്സരിക്കാനില്ലെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ച പശ്ചാത്തലത്തിലാണ് കണ്ണൂർ സീറ്റ് ലക്ഷ്യമിട്ടുള്ള ലീഗിന്റെ കരുനീക്കം. എന്നാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് K. സുധാകരൻ വ്യക്തമാക്കി. പാർട്ടി ഇപ്പം എന്നോട് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നില്ല. ഇപ്പം ഞാൻ പാർട്ടിക്കാരനാണ്. മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കലല്ലേ അച്ചടക്കമുള്ള പാർട്ടിക്കാരൻ്റെ ഇത്. ഞാൻ എന്ത് പറയുന്നു പാർട്ടി പറഞ്ഞ് ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഈ 2 പോസ്റ്റും കൊണ്ടുപോകാൻ പ്രയാസമുള്ളത് കൊണ്ട് ഒരു പോസ്റ്റിലേക്ക് തന്നെ ഒതുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ഇന്ന് ചേരാനിരുന്ന UDF ഏകോപന സമിതി യോഗം മാറ്റിവെച്ചു. നിയമസഭാ സമ്മേളനം വൈകിയതിനെ തുടർന്നാണ് തീരുമാനം. 2 ദിവസത്തിനുള്ളിൽ യോഗം ചേരും. അന്നു തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ കൊല്ലത്ത് RSPയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കൊല്ലത്ത് NK പ്രേമചന്ദ്രനും കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജുമാകും UDF-ന്റെ സ്ഥാനാർത്ഥികൾ. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് UDF-ൽ കീറാമുട്ടിയായിരിക്കെ വിഷയം ബജറ്റ് ചർച്ചയ്ക്കിടെ ആയുധമാക്കി LDF. മുസ്ലിം ലീഗിന് UDF ബന്ധം ഒരു ബാധ്യതയായെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. UDF-ൽ ഇരിപ്പുറയ്ക്കുന്നുണ്ടോ എന്നും ലീഗ് MLA-മാരോട് P. രാജീവ് ചോദിച്ചു. മുസ്ലിം ലീഗിന് UDF ബന്ധം ഒരു തടസ്സമായി മാറിയിരിക്കുന്നു. അത് നിങ്ങൾക്കൊരു ബാധ്യതയായിരിക്കുന്നു. ഞങ്ങളന്ന് പറഞ്ഞില്ലേ, മറ്റേ വെള്ളിയുടെ ഇഷ്ടികല്ലേ കൊടുത്തു വിട്ടത് കമൽനാഥ്. നിങ്ങൾക്ക് ഇരിപ്പുറയ്ക്കുന്നുണ്ടോ UDF-നകത്ത് ഇത് ആലോചിച്ചിട്ട്? കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നായിരുന്നു ലീഗ് MLA-മാരോടുള്ള MM മണിയുടെ മുന്നറിയിപ്പ്. ലീഗില്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ വട്ടപൂജ്യമാണ്. ലീഗുകാർ BJP-യിൽ പോകുമെന്ന് കരുതുന്നില്ല എന്നും എന്നാൽ അതിനുള്ള സംവിധാനം കോൺഗ്രസുകാർ തന്നെ ഒരുക്കുകയാണെന്നും MM മണി കുറ്റപ്പെടുത്തി. ഒരു കാര്യമാണ്, നിങ്ങൾ ഇവരുടെ കൂടെ നിന്നാൽ നിപ്പ് തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ. ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. പറ്റുമോ? ലീഗുകാർ BJP പോകുന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ അങ്ങോട്ടുള്ള ഊഴമെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുക. ഇന്ത്യ രാജ്യത്ത് ഇപ്പം BJP ചേർന്നിരിക്കുന്ന ആരാ? മഹാഭൂരിപക്ഷവും കോൺഗ്രസ് അല്ല, മറ്റാരാ ചേർന്നിരിക്കുന്നത്? ലീഗുകാരില്ലെങ്കിലേ ഇപ്പം കൂടി മുന്നണി UDF എന്നും പറഞ്ഞ ലീഗും കൂടെ കൂടി നിന്നില്ലേ? പിന്നെ കോൺഗ്രസ് വട്ടപൂജ്യമാണ് കേരളത്തിൽ. ലീഗിനോട് ഇപ്പോൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാമെന്നായിരുന്നു ഷാഫി പറമ്പിൽ MLA-യുടെ മറുപടി. മുസ്ലിം ലീഗ് ഈ നാടിൻ്റെ മതേതര പ്രസ്ഥാനത്തിന് കരുത്താണെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടിപ്പോൾ അവരോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ കാര്യവും കാരണമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞതാണ് മറുപടി. എന്തായാലും ലീഗിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഇപ്പോൾ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ടാവും. ഇത്രയും നല്ലൊരു പ്രസ്ഥാനം വേറെ ഇല്ല എന്ന് CPIM പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന RJD അനുനയിപ്പിക്കാൻ LDF നീക്കം. RJD സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാറുമായി LDF കൺവീനർ EP ജയരാജൻ ചർച്ച നടത്തി. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ രാജിവെക്കുമെന്ന RJD-യുടെ നിലപാട് പിൻവലിക്കാൻ ചർച്ചയിൽ ധാരണയായി. സീറ്റ് ലഭിക്കാത്തതിനെതിരെ പരസ്യ പ്രതിഷേധവുമായി RJD രംഗത്തെത്തിയതിനു പിന്നാലെയാണ് EP ജയരാജന്റെ പ്രതികരണം. മുന്നണിക്കകത്ത് പ്രശ്നങ്ങളില്ലെന്നും ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് തീർപ്പാക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. RJD-യിൽ ഇനി എന്തെങ്കിലും അവർക്ക് പ്രത്യേക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിലൂടെ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. തുടർന്ന് EP ജയരാജൻ RJD-യെ ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വിളിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ AKG സെന്ററിലെത്തി. സീറ്റ് നൽകാത്തതിൽ ശ്രേയാംസ് കുമാർ പ്രതിഷേധമറിയിച്ചു. അരമണിക്കൂർ നീണ്ട ചർച്ചയിൽ വിശദമായ ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനമായി. RJD പരസ്യ പ്രതിഷേധവും ബോർഡ് കോർപ്പറേഷൻ രാജിവെക്കുമെന്ന നിലപാടും പിൻവലിക്കാൻ ചർച്ചയിൽ ഇടതുമുന്നണി കൺവീനർ ആവശ്യപ്പെട്ടു. ചെറുകക്ഷികൾക്ക് വരെ മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ RJD-യെ ഒഴിവാക്കിയതും പാർലമെന്റ് സീറ്റ് നിഷേധവും വരെ ചർച്ചയായതാണ് സൂചന.
കടുത്ത നടപടികൾ നിർത്തിവെക്കാനും രാജി പിൻവലിക്കാനും തീരുമാനിച്ചതായി RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ തുടക്കത്തിലെ ഇടതുമുന്നണിയിൽ ഉടലെടുത്ത കലാപക്കൊടിയാണ് അനുരഞ്ജന ചർച്ചയിലൂടെ താൽക്കാലികമായെങ്കിലും മറികടന്നിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പ്രചാരണം ആരംഭിച്ച തൃശൂരിൽ പുതിയ മുദ്രാവാക്യവുമായി BJPയുടെ വ്യാപക ചുവരെഴുത്ത്. തൃശൂരിന് കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് മണലൂർ മണ്ഡലത്തിലെ ചുവരെഴുത്ത്. സ്ഥാനാർത്ഥിയുടെ പേര് എഴുതാതെയാണ് ചുവരെഴുത്തുകൾ. ദിവസങ്ങൾക്ക് മുൻപ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയാണ് ചുവരെഴുത്തിന് തുടക്കം കുറിച്ചത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാത്തതിനാൽ ഒരു ചുവരെഴുത്തിലും പേരില്ല. തൃശൂരിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നത് ഉയർത്തിക്കാട്ടി അണിയറയിൽ നീക്കം നടക്കുന്നതിനിടയിലാണ് പുതിയ മുദ്രാവാക്യവുമായുള്ള ചുവരെഴുത്ത്. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിന് എന്ന മുദ്രാവാക്യം സംസ്ഥാന വ്യാപകമായി ഉയർത്തിക്കാട്ടുമ്പോഴാണ് തൃശൂരിന് കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രചാരണം. തൃശൂരിൽ ആര് മത്സരിച്ച് വിജയിച്ചാലും കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പെന്നതിനാലാണ് ചുവരെഴുത്തെന്ന് BJP മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രതികരിച്ചു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ആരാണോ NDAയുടെ സ്ഥാനാർത്ഥി വരുന്നത്, ആ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാണ്. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. അതേസമയം ഇത് ഔദ്യോഗിക മുദ്രാവാക്യമല്ല എന്നാണ് BJP നേതൃത്വത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 24 തൃശൂർ. അബുദാബി ബാബ്സ് ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികൾക്ക് സമർപ്പിച്ചു. ബാബ്സ് ആത്മീയ ഗുരു മഹന്ത് സ്വാമി മഹാരാജ് ഉൾപ്പെടെയുള്ള പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. ക്ഷേത്രം ഇന്ത്യയുടെയും UAEയുടെയും സൗഹൃദത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാവിലെ 7:15 പ്രാണപ്രതിഷ്ഠയോടെയായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. 3 മണിക്കൂർ നീണ്ടു പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശിലാക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ. ബോജാസൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ സംസ്ഥയ്ക്ക് കീഴിലാണ് ക്ഷേത്രം. ബാബ്സ് ആത്മീയ ഗുരു മഹന്ത് സ്വാമി മഹാരാജ് ഉൾപ്പെടെയുള്ള മുഖ്യ പുരോഹിതരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. വൈകിട്ട് UAE സമയം 5 മണിയോടെ സമർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായി. വാദ്യഘോഷങ്ങളോടെയാണ് പ്രധാനമന്ത്രിയെ വേദിയിലേക്ക് ആനയിച്ചത്. अबुधाबी में भगवान स्वामीनारायण का ये मंदिर विविधता में एकता के उस विचार को नया विस्तार दे रहा है. 1 മണിക്കൂറോളം ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി ഭാഗമായി. ഇന്തോ അറബ് സംസ്കാരങ്ങളെ കോർത്തിണക്കി പൂർണ്ണമായും ശിലകൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിൽ 7 പ്രധാന പ്രതിഷ്ഠകളാണുള്ളത്. UAEയിലെ 7 എമിറേറ്റുകളെ പ്രതിനിധാനം ചെയ്യുന്ന 7 ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം. ദുബായ് അബുദാബി ഹൈവേയിലെ അബു മുറൈഖയിൽ 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം. ഓൺലൈൻ വഴി ദർശനത്തിന് രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 18 മുതലാണ് പ്രവേശനം നൽകുക. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് 1 മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം. UAEയുടെ സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും തെളിവായി അബുദാബിയിലെ ഈ മണ്ണിൽ ഈ ശിലാക്ഷേത്രം എന്നും തല ഉയർത്തി തന്നെ നിൽക്കും. അബുദാബി BAPS ഹിന്ദു മന്ദിരത്തിൽ നിന്നും അരുൺ പാറാട്ട്, 24. വിദേശ സർവകലാശാല വിഷയത്തിൽ മലക്കം മറിഞ്ഞ് ധനമന്ത്രി KN ബാലഗോപാൽ. ചർച്ചയ്ക്കായി മുന്നോട്ട് വെച്ച നിർദ്ദേശം മാത്രം എന്നാണ് മന്ത്രി KN ബാലഗോപാലിന്റെ വിശദീകരണം. മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ സപ്ലൈകോ ഉൾപ്പെടെയുള്ള പൊതുവിതരണ സംവിധാനത്തിനുള്ള ബജറ്റ് വിഹിതം ഉയർത്തി. 2001 കോടിയായിട്ടാണ് തുക വർദ്ധിപ്പിച്ചത്. ബജറ്റിന്റെ പൊതുചർച്ചകൾക്ക് മറുപടി പറയുമ്പോഴാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ മലക്കം മറിച്ചിൽ. ബജറ്റിൽ വിദേശ സർവകലാശാല എന്നത് നയമായി എടുത്തിട്ടില്ലെന്ന് ധനമന്ത്രി. ചർച്ചകൾ വേണമെന്നാണ് പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് പാർട്ടി നയമെന്നും ന്യായീകരണം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങളും ചർച്ചകളും വേണം. വിദേശ സർവകലാശാലയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. CPM അല്ല എല്ലാ നയവും ഗവൺമെന്റ് നടത്താൻ പറ്റില്ല, ചർച്ച ചെയ്തിട്ട് ചെയ്യും. കാരണം ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല ഇവിടെ. പക്ഷേ പൊതുവായ മാനദണ്ഡങ്ങൾ നോക്കിയേ പറ്റൂ. ഇത്തരം ചർച്ചകൾ പോലും പാടില്ല എന്ന് പറഞ്ഞൊരു ചർച്ച വരുന്നത് ശരിയല്ല. മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയർന്നതോടെ സപ്ലൈകോയ്ക്കുള്ള ബജറ്റ് വിഹിതവും ഉയർത്തി. സപ്ലൈകോ ഉൾപ്പെടെയുള്ള പൊതുവിതരണ സംവിധാനത്തിന് 1930 കോടിയാണ് നേരത്തെ വകയിരുത്തിയിരുന്നത്. ഇത് 2001 കോടിയായി വർദ്ധിപ്പിച്ചു. 900 കോടി ബഡ്ജറ്റിൽ വെക്കുമ്പോഴാണ് ശരാശരി 2000 കോടിയിലധികം കൊടുക്കുന്നത്. ഈ വർഷം ഞാനിവിടെ പറയുന്നു 2000 കോടി. 1930 2000 കോടി ആ ഇനത്തിൽ ബാക്കിയും കൂടി വെച്ച് 2000 കോടി തന്നെ ഈ ഭക്ഷ്യ വിതരണ മേഖലയിലേക്ക് മാറ്റിവെക്കും സാർ. സയൻസ് സിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപയും സാംസ്കാരിക ഡിജിറ്റൽ സർവേ നടത്താൻ 3 കോടിയും അനുവദിച്ചു. കർഷക തൊഴിലാളി ക്ഷേമനിധി വിഹിതം 120 കോടിയാക്കി. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്കായി 10 കോടി അനുവദിച്ചു. പുതുതായി തുടങ്ങിയ 16 നഴ്സിംഗ് കോളേജുകൾക്കായി 7 കോടിയും അനുവദിച്ചു. 24 തിരുവനന്തപുരം.
CMRL കമ്പനിക്ക് നൽകിയ കരിമണൽ ഖനനാനുമതി സർക്കാർ റദ്ദാക്കിയത് മാസപ്പടി വിവാദം പുറത്തുവന്നതിന് പിന്നാലെയെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. കേന്ദ്ര നിയമപ്രകാരം 2019 തന്നെ സർക്കാരിന് ഖനനാനുമതി റദ്ദാക്കാമായിരുന്നു. എന്നാൽ 2023 ഡിസംബറിലാണ് അനുമതി റദ്ദാക്കി വ്യവസായ വകുപ്പ് ഉത്തരവിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് കിട്ടി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും സുപ്രീം കോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ് CMRLന് കരിമണൽ ഖനനാനുമതി ലഭിച്ചത്. അന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാടും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകാമെന്നായിരുന്നു. 2019 കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. അറ്റോമിക് ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള അനുമതി പൊതുമേഖലയിൽ മാത്രം നിലനിർത്തിക്കൊണ്ടായിരുന്നു കേന്ദ്ര ഭേദഗതി. എന്നാൽ ഈ ഉത്തരവ് പുറത്തു വന്നിട്ടും കേരളത്തിൽ CMRL നൽകിയ ഖനനാനുമതി റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. 2023 ഡിസംബർ 18-നാണ് ഖനനാനുമതി റദ്ദാക്കി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയത്. 2020 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി CMRL നിന്ന് പണം കൈപ്പറ്റിയെന്ന വിവരം പുറത്തുവന്നത്. അതായത് മാസപ്പടി വിവാദം പുറത്തുവന്നതിന് ശേഷം മാത്രമാണ് CMRLന് ഖനനാനുമതി നൽകി ഉത്തരവ് റദ്ദാക്കാൻ സർക്കാർ തയ്യാറായത്. കേന്ദ്ര നിയമം വന്നതിന് പിന്നാലെ തന്നെ സർക്കാരിന് വേണമെങ്കിൽ അനുമതി റദ്ദാക്കാമായിരുന്നുവെങ്കിലും 5 വർഷം വൈകിപ്പിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ ഖനനാനുമതി നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഉത്തരവ് വൈകിപ്പിച്ചതെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഈ ലീസ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് 2019 കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ട്, ഡയറക്ഷൻ വന്നിട്ട് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ രാജീവ് മന്ത്രിയും ആൻസർ പറഞ്ഞിട്ടില്ല. മാസപ്പടി വലിയ വിവാദമാവുകയും മാസപ്പടിക്ക് നൽകിയ സേവനം എന്താണ് എന്ന്, സേവനം നൽകാതെയാണ് വീണ വിജയൻ പണം വാങ്ങിയത് എന്നും. നാളെ നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതോടെ സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം വിവാദം സജീവമാക്കും. 24 തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അഭിഷേക് മനു സിംഗ്വി, അജയ് മാക്കൻ എന്നിവർക്ക് സീറ്റ് നൽകിയ കോൺഗ്രസ് കമൽനാഥിനെ തഴഞ്ഞു. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, കോൺഗ്രസ് വിട്ടെത്തിയ അശോക് ചവാൻ, കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, L മുരുകൻ എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. 25 വർഷം ലോക്സഭാംഗമായിരുന്ന സോണിയാഗാന്ധി അനാരോഗ്യത്തെ തുടർന്നാണ് പൊതുതിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാവിലെ ജയ്പൂരിലെത്തിയ സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അനുഗമിച്ചു. മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സ്വീകരിച്ചു. കോൺഗ്രസ് ദക്ഷിണേന്ത്യൻ പാർട്ടിയായി ഒതുങ്ങിയെന്ന BJPയുടെ വിമർശനത്തെ മറികടക്കാനാണ് പാർട്ടിക്ക് ഭരണമുള്ള ഹിമാചൽ പ്രദേശ്, കർണാടക എന്നീ സംസ്ഥാന ഘടകങ്ങളുടെ അഭ്യർത്ഥന നിരാകരിച്ച് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നും മത്സരിക്കാൻ തീരുമാനിച്ചത്. മുതിർന്ന നേതാക്കളായ അജയ് മാക്കന് കർണാടകയിലും, അഭിഷേക് മനു സിംഗ്വിക്ക് ഹിമാചൽ പ്രദേശിലും, രേണുക ചൌധരിക്ക് തെലങ്കാനയിലും സീറ്റ് നൽകിയ കോൺഗ്രസ് കമൽനാഥിന് സീറ്റ് നൽകിയില്ല. സംസ്ഥാന ട്രഷറർ അശോക് സിംഗാണ് മധ്യപ്രദേശിലെ ഏക കോൺഗ്രസ് സ്ഥാനാർത്ഥി. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഗുജറാത്തിലും, കേന്ദ്രമന്ത്രി L മുരുകൻ മധ്യപ്രദേശിലും, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കും. കോൺഗ്രസിൽ നിന്നെത്തിയ അശോക് ചവാന് BJPയും, മിലിന്ദ് ദിയോറയ്ക്ക് ശിവസേന ഷിൻഡെ വിഭാഗവും മഹാരാഷ്ട്രയിൽ സീറ്റ് നൽകി. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, പുരുഷോത്തം രൂപാല എന്നിവർക്ക് BJP സീറ്റ് നൽകിയില്ല. ഇരുവരും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് സൂചന. 24 ഡൽഹി. ഓൺലൈൻ പണമിടപാട് ആപ്പ് പേടിഎമ്മിനെതിരെ ED അന്വേഷണം. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നാരോപിച്ചാണ് നടപടി. ED അന്വേഷണം സംബന്ധിച്ച പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് പേടിഎം പ്രതികരിച്ചു. RBIയുടെ വിലക്കിന് തൊട്ടു പിന്നാലെയാണ് പേടിഎമ്മിനെതിരായ നടപടികൾ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ ശക്തമാക്കിയത്. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്നാരോപിച്ചാണ് ED അന്വേഷണം. പേടിഎമ്മിനെതിരെ സ്വീകരിച്ച നടപടികൾ തിരുത്തില്ലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പേടിഎമ്മിന്റെ ചട്ടലംഘനം വിശദമായി പരിശോധിച്ച ശേഷമാണ് നടപടി സ്വീകരിച്ചതെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചത്. പേടിഎമ്മിന്റെ സേവിംഗ്സ്, കറന്റ് അക്കൗണ്ടുകൾ, വാലറ്റുകൾ, ഫാസ്ടാഗ്, നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്നിവയിൽ പണം നിക്ഷേപിക്കുന്നത് ജനുവരി 31-നാണ് RBI വിലക്കിയത്. ഫെബ്രുവരി 29-ന് ശേഷമാണ് വിലക്ക് പ്രാബല്യത്തിൽ വരിക. 24 ഡൽഹി. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് നാദാപുരം വളയത്ത് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സ്ലാബ് തകർന്നു വീണ് 2 മരണം. വളയം സ്വദേശികളായ വിഷ്ണു, നവജിത്ത് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ് 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം തൊളിക്കോട് പൊൻപാറയിൽ തേനീച്ചാക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം. തൃശൂരിൽ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. പലയിടങ്ങളിലും പ്രവർത്തകർ കരിങ്കൊടി വീശി. 40-ലേറെ SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കാസർഗോഡ് കുമ്പളയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഓടിച്ച ബൈക്കിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. അംഗടി മഗർ സ്വദേശി അബ്ദുള്ളയാണ് മരിച്ചത്. അമിത വേഗത്തിലായിരുന്നു ബൈക്ക്. മൂവാറ്റുപുഴയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി 5 വാഹനങ്ങൾ തകർന്നു. BJP വിട്ട നടി ഗൗതമി അണ്ണാ-DMKയിൽ ചേർന്നു. തന്റെ ഭൂമി തട്ടിയെടുത്ത ആളെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്നാരോപിച്ചാണ് BJPയുമായുള്ള 25 വർഷത്തെ ബന്ധം ഗൗതമി അവസാനിപ്പിച്ചത്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി കായംകുളം കൊറ്റംകുളങ്ങരയിൽ സ്റ്റുഡിയോ ഉടമയ്ക്ക് നേരെ ആക്രമണം. വർണ്ണം സ്റ്റുഡിയോ ഉടമ സലീമിനെയാണ് ആക്രമിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സലീമിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അക്രമികൾ സ്റ്റുഡിയോയിൽ കയറി മർദ്ദിക്കുകയായിരുന്നു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ ആക്രമണത്തിന് കാരണം എന്താണ്? പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച് നമുക്ക് കായംകുളം പോലീസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. രാത്രി 9:30 ആക്രമണം. കായംകുളം കൊറ്റംകുളങ്ങരയിലെ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വർണ്ണം സ്റ്റുഡിയോയിൽ സലീമിനെ, അത് ആ ഉടമ ആയിട്ടുള്ള ആളാണ് സലീമിനെ രാത്രി 9 മണിയോടുകൂടിയാണ് ഒരു സംഘം ആളുകൾ ഒമനി വാഹനത്തിലാണ് എത്തുന്നത് ആ കടയിലേക്ക്. അതായത് 7 പേര് ഉണ്ടായിരുന്നു. 7 പേര് ചേർന്ന് കടയ്ക്കകത്ത് കയറി ഈ സലീമിനെയും മറ്റ് കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും വെട്ടി. സലീമിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. സലീമിന്റെ തലയ്ക്കും കഴുത്തിനും വെട്ടേറ്റു. എന്താണ് കാരണം എന്നറിയില്ല. പിന്നീട് അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഈ വാഹനത്തിൽ രക്ഷപ്പെട്ടു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സലീമിനെ എത്തിച്ചിട്ടുണ്ട്. സലീമിന്റെ ആരോഗ്യനിലയിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് കൂടി വ്യക്തത വന്നിട്ടില്ല. പിന്നീട് കായംകുളത്തെ ആശുപത്രിയിൽ നിന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് സലീമിനെ മാറ്റിയിട്ടുണ്ട്. 7 പേരടങ്ങുന്ന സംഘമാണ് രാത്രി 9 മണി കഴിഞ്ഞ് എത്തിയിട്ടുള്ളത്. ഈ ആക്രമണത്തിന് പിന്നുണ്ടായ കാരണം എന്താണ് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ച് വരികയാണ്. എന്താണെങ്കിലും സലീമിനും ഒപ്പം തന്നെ സലീമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും 7 പേരടങ്ങുന്ന സംഘം ഈ സ്റ്റുഡിയോയിൽ കയറി മാരക ആയുധങ്ങളുമായി വർദ്ധിച്ചതിന്റെ പ്രശ്നങ്ങളുണ്ട്. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കായംകുളം കൊറ്റംകുളങ്ങരയിലാണ് സ്റ്റുഡിയോ ഉടമയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി നാളെ വിധി പറയും. ഇലക്ട്രൽ ബോണ്ടുകളെ ചോദ്യം ചെയ്തുള്ള വിവിധ ഹർജികളിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയാൻ പോകുന്നത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായ്, JB പർദിവാല, മനോജ് മിശ്ര എന്നിവരാണ് മറ്റംഗങ്ങൾ. 2023 സെപ്റ്റംബർ 30 വരെയുള്ള ബോണ്ടുകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിലോ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ 1% വോട്ടെങ്കിലും നേടിയ രജിസ്റ്റർ ചെയ്ത ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അജ്ഞാത ദാതാക്കളിൽ നിന്ന് ബോണ്ടുകൾ സ്വീകരിക്കാൻ അർഹത നൽകുന്നതാണ് 2018 ആരംഭിച്ച പദ്ധതി. ആലുവ കുട്ടമ്പശ്ശേരിയിൽ കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ കാർ ഉടമയും സുഹൃത്തും അറസ്റ്റിൽ. തൃക്കാക്കര സ്വദേശി രഞ്ജിനി, നെടുമ്പാശ്ശേരി സ്വദേശി ഷാൻ എന്നിവരാണ് പിടിയിലായത്. അപകടം നടക്കുമ്പോൾ ഷാനാണ് വാഹനം ഓടിച്ചിരുന്നത്. പരിക്കേറ്റ കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ രാവിലെയാണ് ആലുവ കുട്ടമശ്ശേരി റോഡിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ നിന്ന് റോഡിലേക്ക് വീണ കുട്ടിയുടെ ദേഹത്ത് കാർ കയറി ഇറങ്ങിയത്. ഇന്ന് രാവിലെ ഇടപ്പള്ളി ഭാഗത്തു നിന്നാണ് കാർ ഉടമ രഞ്ജിനിയെയും സുഹൃത്ത് ഷാനിനെയും കസ്റ്റഡിയിലെടുക്കുന്നത്. ചോദ്യം ചെയ്യലിൽ കാർ ഓടിച്ചത് ഷാനാണെന്ന് തെളിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി. ഇരുവരും ക്ഷേത്രത്തിൽ പോയി മടങ്ങവെയായിരുന്നു അപകടം. കുട്ടി കാറിനടിയിൽപ്പെട്ടത് അറിഞ്ഞില്ലെന്നാണ് ഇരുവരുടെയും മൊഴി. അപകടത്തിൽ പോലീസിന്റെ അലംഭാവം വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. കേസന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ആലുവ സിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ആലുവ DYSP A. പ്രസാദ്. സബ്സിക്വൻ്റ് ആയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അതനുസരിച്ച് DPC എന്തെങ്കിലും നടപടി സ്വീകരിക്കും. വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. അവരുടെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ അന്വേഷിക്കും. CCTV ദൃശ്യങ്ങൾ കൈമാറിയിട്ടും വാഹനം കണ്ടെത്താൻ നടപടി സ്വീകരിക്കാതെ ഇൻസ്പെക്ടർക്ക് രേഖാമൂലം പരാതി നൽകാനാണ് പോലീസ് ബന്ധുക്കളോട് ആവശ്യപ്പെട്ടത്. കരലിനടക്കം പരുക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. 24 കൊച്ചി. ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം സംബന്ധിച്ച കേസ് CBI അന്വേഷണത്തിന് വിടേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചത് മോൻസ് ജോസഫ് MLA. സംഭവത്തിൽ പോലീസ് നടപടികൾക്ക് ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി. സമഗ്രമായ അന്വേഷണം നടത്തി കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഡോക്ടർ വന്ദനദാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട്
പോലീസ് ചെയ്യേണ്ട നടപടികൾ ഒരു കാലതാമസവുമില്ലാതെ ചെയ്തു എന്നതാണ് ഇത് കാണിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി നിരസിച്ചതാണ്. ഒരു പ്രത്യേക സ്ക്വാഡിന്റെയും അന്വേഷണം ഇനി ഈ കേസിൽ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. ഹൈക്കോടതി ആ ഹർജി തള്ളിക്കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ചതാണ്, കുറ്റപത്രം സമർപ്പിച്ചതാണ്. ആ കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പരാതികളുമില്ലാത്തതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുക. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഇടപെടലിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി ഭാവിയിൽ ഇത്തരം ദൗർഭാഗ്യകരമായ നടപടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തെ തുടർന്ന് സമീപത്തെ 4 വീടുകൾ വാസയോഗ്യമല്ലാതായെന്ന് കണ്ടെത്തൽ. തൃപ്പൂണിത്തുറ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പരിശോധന നടത്തിയത്. നാശനഷ്ടം കണക്കാക്കാൻ കമ്മീഷനെ നിയമിക്കണം എന്നാണ് നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. വീടുകൾ ഉൾപ്പെടെ 267 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നാണ് കണക്ക്. ഇതിൽ 12 വീടുകൾക്ക് കാര്യമായ കേടുപാടുണ്ടായി. 4 വീടുകൾ വാസയോഗ്യമല്ലെന്നും തൃപ്പൂണിത്തുറ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി. നഷ്ടപരിഹാര വിതരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. നമുക്കിപ്പോ സംസ്ഥാന സർക്കാരിനെതിരായി യുദ്ധപ്രഖ്യാപനത്തിനൊന്നും ആവശ്യത്തിന് നിങ്ങളും തയ്യാറായിട്ടില്ല, ഞങ്ങൾക്കും അങ്ങനെ പോകാൻ കഴിയില്ല. പക്ഷെ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ള നാശനഷ്ടം പൂർണ്ണമായി നിങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയത്തക്ക രീതിയിൽ ഉള്ള സമയം. നഷ്ടപരിഹാരം ഉറപ്പാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ രമാ സന്തോഷ്. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കും ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് ഫുൾ സപ്പോർട്ട് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് പറയാനുള്ളത്. ശാസ്താവട്ടം സ്വദേശി ആദർശ്, കൊല്ലം സ്വദേശികളായ ആനന്ദൻ, അനിൽ എന്നിവരാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഒളിവിൽ പോയ പ്രധാന പ്രതികളായ ദേവസ്വം ഭാരവാഹികളെ പിടികൂടാനായിട്ടില്ല. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം ചിറയൻകീഴിൽ വീടിന് തീപിടിച്ച് ഗൃഹനാഥൻ വെന്തുമരിച്ചു. ശാസ്താവട്ടം സ്വദേശി വിജയനാണ് മരിച്ചത്. ഇന്ന് രാത്രി 8 മണിയോടുകൂടിയായിരുന്നു അപകടം. കോഴിക്കോട് ഉള്ളിയേരിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് പരിക്ക്. നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി അക്ഷിമയ്ക്കാണ് പരിക്കേറ്റത്. ഗ്യാൻവാബി വിഷയത്തിൽ നിയമപോരാട്ടം തുടരുമെന്ന് ഗ്യാൻവാബി ഇമാം അബ്ദുൽ ബാറ്റ്വിൻ നുആമി. കോഴിക്കോട് നടന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ബഹുജന റാലിയിലെ പ്രസംഗത്തിലാണ് പരാമർശം. മുൻ നിയമ സെക്രട്ടറി വി ഹരിനായർ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. 2021 നിയമ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. KL7 DD സീരീസിലെ ഫാൻസി നമ്പർ ലേലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് ലക്ഷങ്ങളുടെ വരുമാന നേട്ടം. KL7 DD 786 നമ്പറിന് 5.60 ലക്ഷം ലഭിച്ചു. ഇതേ സീരീസിലെ മറ്റൊരു നമ്പറിന് 4.81 ലക്ഷമാണ് ലേലത്തിൽ കിട്ടിയത്. 707, 999 എന്നീ നമ്പറുകൾക്ക് 1 ലക്ഷത്തിലധികം രൂപയും കിട്ടി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ ബൈജുനാഥിന് തുടർ നിയമനം. മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും അംഗങ്ങളായ നിയമനകാര്യ സമിതിയുടേതാണ് തീരുമാനം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ 6ാം തവണയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ഈ മാസം 19 ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ അരി വിതരണം പുനരാരംഭിച്ചു. സപ്ലൈകോയ്ക്ക് നൽകാനുള്ള കുടിശ്ശിക ഉടൻ തീർക്കാമെന്ന് ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ നടന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പ് നൽകി. 250 കോടി രൂപയാണ് അരി ഇനത്തിൽ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. കുടിശ്ശികയെ തുടർന്ന് അരി നൽകാനാവില്ല എന്നാണ് സപ്ലൈകോ നിലപാട് നേരത്തെ എടുത്തിരുന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 22-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. നിജോ ഗിൽബർട്ടാണ് നായകൻ. സദീവൻ ബാലൻ പരിശീലകനാകും. ഈ മാസം 21 മുതലാണ് മത്സരങ്ങൾ നടക്കുക. കൊച്ചിയിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 77ാമത് സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 22-അംഗ ടീമുമായാണ് കേരളം സന്തോഷ് ട്രോഫി വീണ്ടെടുക്കാൻ, തിരിച്ചുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ പരിശീലകൻ സദീവൻ ബാലനും ക്യാപ്റ്റൻ നിജോയും 24-നൊപ്പം ചേരുകയാണ്. സദീവൻ ബാലൻ, വലിയ പ്രതീക്ഷയാണ്, കിരീടം വീണ്ടെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സന്തോഷ് ട്രോഫി നേടിയതിന്റെ 50ാം വാർഷികം. അങ്ങനെ വലിയൊരു കരുത്തുറ്റ ഓർമ്മകളുമായിട്ടാണ് നമ്മൾ ഇത്തവണ അരുണാചലിലേക്ക് പോകുന്നത്.
തീർച്ചയായിട്ടും നമ്മൾ എല്ലാ പ്രാവശ്യത്തേക്കാളും ഒരു പ്രതികൂലമായ സാഹചര്യമാണ് അരുണാചലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ട്രോഫി തിരിച്ചു പിടിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ ഗോവയും ഒപ്പം തന്നെ അസാമും അവരൊക്കെ അവരുടെ ഗ്രൂപ്പിൽ വലിയ ഗോൾ സ്കോറിംഗ് 21 ഗോളും സമ്പൂർണ്ണ ജയവുമായിട്ടൊക്കെ തന്നെയാണ് അവർ കടന്നുകൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കരുത്തുറ്റ എതിരാളികൾ തന്നെയാണ്. നമ്മൾ ഒട്ടും മോശക്കാരല്ല എന്ന് തന്നെ വിചാരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഈ നാഷണൽ ഗെയിംസിൽ ഏതാണ്ട് 3 ടീമോളം നമ്മളെ കൂടെ കളിച്ചിട്ടുള്ളവരാണ്. അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും എല്ലാം നമുക്കറിയാമെന്നുള്ള അവരുടെ കൂടെ ഒന്നും നമ്മളൊരു മോശമായ പ്രകടനമല്ല കാഴ്ചവെച്ചിട്ടുള്ളത്. ശക്തരായ എതിരാളികളോട് ശക്തമായ മത്സരം തന്നെയാണ് നമ്മുടെ ടീമുകൾ കാഴ്ചവെക്കുന്നത്. അതിനുള്ള കരുത്തും മനോധൈര്യം കളിക്കാർക്കുണ്ട്. ഇപ്പോൾ നിജോ കൂടി ചേർന്നു. നിജോ വലിയൊരു ഉത്തരവാദിത്തമാണ്, പ്രത്യേകിച്ച് വലിയൊരു പാരമ്പര്യമുള്ള ടീം. വലിയ പ്രതീക്ഷയാണ്. പ്രിലിമിനറി റൗണ്ടിലൊക്കെ വലിയ രീതിയിൽ കളിച്ചത് നിജോയ്ക്കും വ്യക്തിപരമായി വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. നല്ല ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പിന്നെ ടീം ഗെയിമാണ്. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി കളിക്കുക, ജയിച്ച് കപ്പടിച്ച് വരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അരുണാചലിലോട്ട് പോകുന്നത്. വലിയ പ്രതീക്ഷയിലാണ് കോച്ചും ക്യാപ്റ്റനും. 8ാം കിരീടമാണ് കേരളത്തിന്റെ ലക്ഷ്യം. അങ്ങനെ സന്തോഷ് ട്രോഫി നേടിയതിന്റെ 50ാം വാർഷികത്തിൽ 8ാം കിരീടം കേരളം നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്ന് അനിൽ വാസുദേവ്, 24 ന്യൂസ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി ഡോക്ടർ ഓമന ഗംഗാധരൻ രചിച്ച ഗുരുവിന്റെ വഴിയിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ഫൈബർ ബ്രോഡ്ബാൻഡിന്റെയും ഏഷ്യാനെറ്റ് കേബിൾ ടിവിയുടെയും ഓഫീസ് പാലാരിവട്ടം NH ബൈപ്പാസിലെ ജേക്കബ്സ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനായാണ് 2 ഓഫീസുകളുടെയും പ്രവർത്തനം ഒരു കുട കീഴിലാക്കിയതെന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. കമ്പനി മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ മൂർത്തി ചാഗൻഡി, HR ഹെഡ് D രവീന്ദ്രനാഥ്, കേബിൾ ആൻഡ് ബ്രോഡ്ബാൻഡ് വൈസ് പ്രസിഡന്റ് അജി കെ ജോർജ്, എന്റർപ്രൈസസ് ബിസിനസ് ഡിവിഷൻ വൈസ് പ്രസിഡന്റ് K ശ്രീകാന്ത്, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ വൈസ് പ്രസിഡന്റ് മുരളി നാഗരാജൻ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാംസങ് ഗാലക്സി S24 സീരീസ് ഫോണുകൾ വിറ്റഴിച്ചതിനുള്ള പുരസ്കാരം മൈജിക്ക്. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി സാംസങ് റീജിയണൽ സെയിൽസ് മാനേജർ ബാലാജിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. 2000 മോഡലുകൾ വിറ്റഴിച്ചാണ് നേട്ടം. ചടങ്ങിൽ മൈജി സെയിൽ ആൻഡ് സർവീസ് ജനറൽ മാനേജർ രതീഷ് കൂട്ടത്ത, മൈജി ബിസിനസ് ഹെഡ് സിജോ ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.